Good morning. Chemistry ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സർഫസ് ഏരിയ ഓഫ് സോളിഡ്സ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മൾ രണ്ട് ഫാക്ടേഴ്സ് നിങ്ങൾ കണ്ടു. ഒന്ന് പറയുന്നത് നേച്ചർ ഓഫ് റിയാക്റ്റൻ്റ്, രണ്ടാമതെന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ അല്ലേ, കോൺസെൻട്രേഷനുള്ള വ്യത്യാസം. കോൺസെൻട്രേഷൻ ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ അല്ലേ. റിയാക്റ്റൻസിൻ്റെ നേച്ചർ മാറുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് മാറും. അതേപോലെ കോൺസെൻട്രേഷൻ മാറുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ റേറ്റിന് കൂടുതലും കുറവും സംഭവിക്കും അല്ലേ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സർഫസ് ഏരിയ ഓഫ് സോളിഡ്സ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ്. സർഫസ് ഏരിയയും ഈ സോളിഡുകൾക്ക് സർഫസ് ഏരിയ ഉണ്ട് അല്ലേ, അതിൻ്റെ പുറംവശത്തുള്ള ആ പരപ്പളവും എന്താണ് സർഫസ് ഏരിയയും എന്താണ് ഈ റിയാക്ഷൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകുന്നതാണ് നോക്കാൻ പോകുന്നത്. Let us see how a sample of dilute HCl reacts with a marble piece and then with marble powder of equal mass. Okay, ഒരു മാർബിൾ പീസും ആ സെയിം മാർബിൾ പീസ് പൗഡർ ആക്കിയിട്ട് നമ്മൾ മാറ്റി അത് രണ്ടുമായിട്ട് HCl എങ്ങനെ റിയാക്ട് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അനലൈസ് ദ ഫിഗർ 3.2 and write the materials required and the procedure of the experiment. അപ്പോൾ ഈ പടം നോക്കിയിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് റിക്വയർ ചെയ്യണം, അതുപോലെ ഈ പ്രൊസീജിയറും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ പടം നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ടേക്ക് 2 beakers അതിലുള്ള സാധനങ്ങൾ നോക്കിയിട്ടുണ്ട്. ടേക്ക് 2 beakers എന്താണ് ഫിൽ സെയിം എമൗണ്ട് ഓഫ് ഡൈല്യൂട്ട് HCl സൊല്യൂഷൻ. ഓക്കെ, എന്താണ് പിന്നെ the first beaker put a marble piece. In the second solution എന്താണ് we are using powdered marble. ഓക്കെ, ഫസ്റ്റിൽ മാർബിൾ പീസ് ഇട്ടു, സെക്കൻഡ് ബീക്കറിൽ നമ്മൾ ഇടുന്നത് പൗഡേർഡ് മാർബിൾ ആണ്. എൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഈ മാർബിളും ഈ മാർബിൾ പൗഡറും സെയിം മാസിലുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ മാർബിളിൻ്റെ കഷ്ണത്തിൻ്റെ ആ സെയിം മാസിലുള്ളത് തന്നെയായിരിക്കും നമ്മൾ മാർബിൾ പൗഡർ കൊടുക്കേണ്ടത്. അപ്പോൾ സെയിം മാസമുള്ള മാർബിളും മാർബിൾ പൗഡറും നമ്മൾ രണ്ട് ബീക്കറിലേക്ക് ഇടുന്നു. ഓക്കെ, അതാണ് എക്സ്പെരിമെൻറ്റ്. കെയർഫുള്ളി വാച്ച് ദ റിസൾട്ട്സ്. ഓക്കെ, ഇപ്പോൾ റിസൾട്ട് എന്തായിരിക്കും? പ്രൊസീജിയർ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? പ്രൊസീജിയർ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ആ സ്റ്റെപ്പുകളൊക്കെ മുമ്പത്തെ പ്രൊസീജിയർ എക്സ്പെരിമെൻ്റ് കണ്ടിട്ടുള്ളതല്ലേ, അതുപോലെ തന്നെയാണ് എഴുതാം. ഓക്കെ, മെറ്റീരിയൽസ് റിക്വയർഡ് തന്നിട്ടുണ്ട്. എന്താണ് ബീക്കേഴ്സ്, 2 beakers, ഡൈല്യൂട്ട് HCl സൊല്യൂഷൻ, മാർബിൾ പീസ്, മാർബിൾ പൗഡർ. ഇത്രയും മതി നമുക്ക്. ഇനി ഇതിന് എന്താണ് റിയാക്ഷൻ നടക്കണമെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ മാർബിളിനെ പറയുന്നത് CaCO3 ആണ്, കാൽസ്യം കാർബണേറ്റ് ആണ് മാർബിൾ. ഓക്കെ, മാർബിളിൻ്റെ കെമിക്കൽ നെയിം CaCO3, കാൽസ്യം കാർബണേറ്റ്. ഈ കാൽസ്യം കാർബണേറ്റ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് എന്ത് ചെയ്യുമ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താ, അത് മാർബിൾ പൗഡർ ആയാലും മാർബിൾ ആയാലും സെയിം റിയാക്ഷൻ തന്നെയാണ് നടക്കുന്നത് അല്ലേ, സെയിം പ്രൊഡക്ട്സ് ആണ് ഉണ്ടാവുന്നത്. പക്ഷെ റേറ്റ് കൂടുതലായിരിക്കും. മാർബിൾ പൗഡർ ഇടുമ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, പക്ഷേ മാർബിൾ ആണെന്നുണ്ടെങ്കിൽ പയ്യെ റിയാക്ട് ചെയ്യുള്ളൂ. അതാണ് വ്യത്യാസം. പ്രൊഡക്ട്സ് ഒക്കെ കിട്ടുന്നത് സെയിം ആണ്, കാരണം മാർബിൾ പൗഡറിന് വ്യത്യാസമൊന്നുമില്ല. മാർബിളിൻ്റെ കോൺസിസ്റ്റൻസി തന്നെയല്ലേ മാർബിൾ പൗഡറിലുള്ളത്. പക്ഷെ റേറ്റ് കൂടുന്നത് എപ്പോഴായിരിക്കും? നമ്മൾ പൗഡർ ആക്കി ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ റിയാക്ഷൻ നടക്കും. മാർബിൾ ആണെന്നുണ്ടെങ്കിൽ സോളിഡ് ആണ്, എന്നൊരു റിയാക്ഷൻ്റെ സമയം കുറച്ച് കൂടുതലായിരിക്കും എടുക്കുക. അപ്പോൾ ആ റിയാക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CaCO3 മാർബിളിൻ്റെ അത് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. CaCO3 + 2HCl. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് CaCO3 + 2HCl ഗീവ്സ് എന്താണ് കാൽസ്യം CaCl2 കാൽസ്യം ക്ലോറൈഡ് പ്ലസ് വാട്ടർ പ്ലസ് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, കാർബൺ ഡയോക്സൈഡ് നമ്മൾ HClലേക്ക് നമ്മൾ മാർബിൾ കഷ്ണം ഇടുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? കാൽസ്യം ക്ലോറൈഡ്, വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കൂട്ടാ ഇതിൻ്റെ പ്രൊഡക്ട്സ് ചെയ്തൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇക്വേഷൻസ് ഓർത്തിരിക്കണം. കാൽസ്യം കാർബണേറ്റ് അപ്പോൾ CaCO3 + 2HCl CaCl2 + H2O + CO2. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു. ഇത് നമുക്ക് ഇനി താഴത്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് ഇതിലെ റേറ്റ് ഓഫ് റിയാക്ഷൻ രണ്ട് ബീക്കറിൽ വ്യത്യാസം ഉണ്ടെന്നാണ് ചോദ്യം. വ്യത്യാസമുണ്ട്. വാട്ട് അബൌട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ഇൻ ബോത്ത് റിയാക്ഷൻസ്? രണ്ട് ബീക്കറിൽ വെച്ചാൽ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ സെയിം ആണ് അല്ലേ, HCl സെയിം കോൺസെൻട്രേഷനിൽ HCl ഡൈല്യൂട്ട് HCl ആണ് നമ്മൾ രണ്ടെണ്ണത്തിൽ വെച്ചത്. അപ്പോൾ സെയിം തന്നെയാണ്. ഇഫ് ദർ എനി ഡിഫറൻസ് ഇൻ ദ മാസ് ഓഫ് ദ മാർബിൾ, നമ്മൾ പൗഡർ ആയിട്ട് ഇട്ടപ്പോഴും ഭക്ഷണമായിട്ട് ഇടുമ്പോൾ സെയിം മാസ് ഉള്ളത് തന്നെയായിട്ടത്. അതുകൊണ്ട് മാസിന് ഡിഫറൻസ് ഇല്ല, ഷേപ്പിന് മാർക്ക് ഡിഫറൻസ് വെച്ചിട്ട് അതിന് തൂക്കത്തിന് വ്യത്യാസമില്ല കേട്ടോ. 1 കിലോൻ്റെ മാർബിൾ ഇട്ടെന്നുണ്ടെങ്കിൽ 1 കിലോൻ്റെ മാർബിൾ പൊടിയാണ് ഇട്ടത്, അതുകൊണ്ട് അതിന് ഡിഫറൻസ് ഇല്ല. നോ. വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ദ മാർബിൾ? സർഫസ് ഏരിയയിൽ വ്യത്യാസം ഉണ്ടോ? ഉണ്ട് അല്ലേ, മാർബിൾ കട്ടയും പൊടിയാണ് ഇട്ടത്, അപ്പോൾ അതിൻ്റെ ഏരിയയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. യെസ്, ദർ ഇസ് ഡിഫറൻസ് ഇൻ സർഫസ് ഏരിയ. ഏത് കേസിലാണ്? ഇൻ വിച്ച് കേസ് ഈസ് ദ ചാൻസ് ഓഫ് ഗ്രേറ്റർ നമ്പർ ഓഫ് ആസിഡ് മോളിക്യൂൾസ് ഗെറ്റ് ഇൻ കോണ്ടാക്ട് വിത്ത് മാർബിൾ ഇൻ എ ഗിവൺ ടൈം? അപ്പോൾ ആസിഡ് ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് വരുന്നത് ഏത് കേസിലാണ്? ഏത് മാർബിൾ മോളിക്യൂൾസ് ആയിട്ടാണ്? കഷ്ണത്തിലായിരിക്കും, അതെ പൊടിച്ചിട്ട മാർബിളിലായിരിക്കും.
അപ്പോൾ ഓഫ് കോഴ്സ് പറയാം പൊടിച്ചിട്ട മാർബിളിലായിരിക്കും ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് വരുന്നത്. കാരണം എന്താ, സർഫസ് ഏരിയ അവിടെ കൂടുതലാണ്. അപ്പോൾ ഈ നല്ലി നമ്മൾ കട്ടയാണ് അല്ലേ, നല്ലൊരു കട്ടയാണ്. ഈ കട്ടയുടെ പുറത്തുള്ള കോണ്ടാക്ട്സ് മാത്രമായിട്ടാണ് കോണ്ടാക്ട് വരിക, പുറത്തുള്ളത് മാത്രമായിട്ട്. പൊടിയായിട്ട് ഇടുമ്പോൾ നമ്മൾ സംഭവിക്കുക, ആസിഡ് എല്ലാ പൊടിയായിട്ട് റിയാക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ റിയാക്ഷൻ നടക്കുന്നത് അതുകൊണ്ട് സെക്കൻഡ് മാർബിൾ പൗഡറിലിട്ടത് ബിഗറായിട്ടായിരിക്കും നടന്നത്. Is there any chance the rate of collision when surface area increase? Surface area കൂടുമ്പോൾ പൊല്യൂഷനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് ചോദ്യം. യെസ്, സർഫസ് ഏരിയ കൂടുമ്പോൾ സംഭവിക്കും, റേറ്റ് ഓഫ് പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യും. റേറ്റ് ഓഫ് പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനും ഇൻക്രീസ് ചെയ്യും. വാട്ട് വിൽ ഹാപ്പൻ ടു ദ റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ ഇഫ് മാർബിൾ ഈസ് ഫർദർ ക്രഷ്ഡ് ഓർ പൗഡർ? വീണ്ടും നമ്മൾ ആ പൊടിച്ച മാർബിൾ ഒന്നുകൊണ്ട് ചെറുതായിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ആ റേറ്റിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദ്യം. റേറ്റ് ഒന്നുകൂടെ കൂടും. സർഫസ് ഏരിയ കൂടുന്തോറും നമ്മുടെ എന്ത് സംഭവിക്കും, കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടും. In the case of reaction involving solids, the surface area is a factor that influences the rate of reaction. അപ്പോൾ സോളിഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ ഈ കെമിക്കൽ റിയാക്ഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ ഒന്നാണ്. സോളിഡിൻ്റെ ലിക്വിഡ് നമുക്ക് സർഫസ് ഏരിയ പറയാൻ പറ്റില്ല. സോളിഡ് ആയിട്ടുള്ള വസ്തുക്കൾ, ഖരമായിട്ടിരിക്കുന്ന വസ്തുക്കളിൽ എന്താണ് ഇത് സർഫസ് ഏരിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. When solids are made into small pieces or powder, the surface area increases. എപ്പോഴാണ് സർഫസ് ഏരിയ കൂടുന്നത്? നമ്മൾ ആ സോളിഡിനെ ചെറുതാക്കണം, അതായത് മുറിച്ച് ചെറുതാക്കുക. ഇപ്പം നമുക്കറിയാം വിറക് കഷ്ണമൊക്കെ നമ്മൾ വലിയ തടി കഷ്ണം അങ്ങനെ തന്നെ അതിലേക്ക് ഇട്ടിച്ച് കഴിഞ്ഞാൽ കത്ത് പിടിക്കില്ലേ അല്ലേ. നമ്മൾ പക്ഷേ ആ വിറക് കഷ്ണം ചെറുതാക്കണമെന്തിനാ, കൊത്തി ചെറുതാക്കണമെന്തിനാ, പെട്ടെന്ന് തീ പിടിക്കാൻ വേണ്ടി. അപ്പോൾ പെട്ടെന്ന് ചെറുതാക്കുമ്പോൾ എന്താ സംഭവിക്കുക, സർഫസ് ഏരിയ കൂടും. ഓക്കെ, സർഫസ് ഏരിയ കൂടുമ്പോൾ പെട്ടെന്ന് തന്നെ റിയാക്ഷൻ നടക്കും. ഓക്കെ, തടി കഷ്ണം അങ്ങനെ തന്നെ കിട്ടിയിട്ട് ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ വിറകുകളൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നത്. സർഫസ് ഏരിയ കൂടും, പെട്ടെന്ന് തന്നെ തീ പിടിക്കാൻ എളുപ്പമുണ്ടാകും. As a result, number of molecules undergoing the effective pollution increases, hence the rate of reaction increases. എപ്പോഴാണ് റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്? അതിലുള്ള മോളിക്യൂൾസിൻ്റെ പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യും. പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, പെട്ടെന്ന് തന്നെ റിയാക്ഷൻ നടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അവിടെ പുറത്തുനിന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഫയർ വോട്ടൊക്കെ നമ്മൾ വെട്ടി ചെറുതാക്കുന്നത് ഈ ഒരു കണ്ടീഷന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ മോർ എക്സാമ്പിൾസ് ഒക്കെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സർഫസ് ഏരിയ കൂടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് വേവിക്കുന്നത്, ഇറച്ചിയൊക്കെ നമ്മൾ മുറുക്കിയ വേവിക്കുക, അല്ലാണ്ട് അരച്ച കഷ്ണം അങ്ങനെ തന്നെ വേവിക്കില്ല അല്ലേ. സർഫസ് ഏരിയ കൂടുതലാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. പച്ചക്കറി എല്ലാ സാധനവും മുറുക്കണത് തിന്നാനും എളുപ്പമാണ്, അതേപോലെ തന്നെ വേവാനും എളുപ്പം. അങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇനി ടെമ്പറേച്ചർ ആൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പോൾ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ഈ ചൂടും റിയാക്ഷൻ്റെ തോതും നമ്മൾ. Let us see the influence of temperature in the reaction between sodium thiosulfate and hydrochloric acid. സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മളിവിടെ ഉള്ള റിയാക്ടൻസ്. നമുക്ക് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. സോഡിയം തയോസൾഫേറ്റ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, വാട്ടർ, ബോയിലിംഗ് ട്യൂബ്, സ്പിരിറ്റ് ലാമ്പ് ആണ് ഇതിൻ്റെ ആവശ്യം. പ്രൊസീജിയർ തന്നിട്ടുണ്ട്. പ്രിപ്പയർ എ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് സോഡിയം തയോസൾഫേറ്റ് ഇൻ എ ബീക്കർ. ടേക്ക് ഈക്വൽ വോളിയൂംസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻ 2 ബോയിലിംഗ് ടെസ്റ്റ് ട്യൂബ്. ഇതാണ് സോഡിയം തയോസൾഫേറ്റിൻ്റെ ഒരു ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷൻ എടുക്കുക. 2 ബോയിലിംഗ് ടെസ്റ്റ് ട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടിയിൽ തീ കൊടുക്കാൻ പോകണം. അതാണ് ബോയിലിംഗ് ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. Heat 1 boiling tube for some time. Add dilute hydrochloric acid in equal amount in both boiling tubes. അപ്പോൾ 2 ബോയിലിംഗ് ട്യൂബ് എന്ന് വെച്ചാൽ നമുക്ക് തന്നെ കത്തിക്കാം. അടിയിൽ ഹീറ്റ് കൊടുത്താൽ കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അതാണ് ബോയിലിംഗ് ട്യൂബ് എന്ന് പറയുന്നത്. 2 ബോയിലിംഗ് ട്യൂബിലും സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരെണ്ണം നിങ്ങൾ ഹീറ്റ് ചെയ്യും. ഓക്കെ, ഒരെണ്ണം ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ 2 എണ്ണത്തിലേക്ക് നിങ്ങൾ HCl ഒഴിക്കും. HCl ഒഴിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? റെക്കോർഡ് ദ ഒബ്സർവേഷൻ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു വൈറ്റ് കളർ പ്രസിപ്പിറ്റേറ്റ്, ഒരു പാട അല്ലെങ്കിൽ ഒരു പോലെ വൈറ്റ് കളർ പൊടി പോലെ, ചുവപ്പ് പൊടി പോലെ തന്നെ ഒരു പാലൊക്കെ പിരിഞ്ഞ അവസ്ഥയിൽ അങ്ങനെ ഒരു വൈറ്റ് കളർ പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നത് കാണാൻ പറ്റും. ഓക്കെ, 2 എണ്ണത്തിലും ഉണ്ടാവും. പക്ഷെ എന്താണ്, പെട്ടെന്ന് ഉണ്ടാവേണ്ട ഇതിലായിരിക്കും. നമ്മൾ ചൂടാക്കി വെച്ച ബോയിലിംഗ് ട്യൂബിലാണ് പെട്ടെന്ന് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത്. നമ്മൾ ചൂടാക്കാത്തതിൽ വെച്ച ബോയിലിംഗ് ട്യൂബിൽ HCl ഒഴിക്കുമ്പോൾ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ റേറ്റ് അത് പയ്യെ ഉണ്ടാവുള്ളൂ. പക്ഷേ ചൂടാക്കി വെച്ച ബോയിലിംഗ് ട്യൂബിൽ നമ്മൾ HCl ഒഴിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. പ്രസിപ്പിറ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പൊടി പോലെ തന്നെ വൈറ്റ് കളർ പാർട്ടിക്കിൾസ്, ചുവപ്പ് പൊടി കഴിഞ്ഞാൽ ഒരുപാടുണ്ടല്ലേ. അപ്പോൾ അത് ചുവപ്പ് പൊടി നമ്മൾ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ അത് പ്രസിപ്പിറ്റേറ്റ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫോം ചെയ്ത് ചൂടാക്കിയ ബോയിലിംഗ് ട്യൂബിലായിരിക്കും. കാരണം എന്താണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടും. ഓക്കെ, സെയിം സാധനം തന്നെ 2 ബീക്കറിലുണ്ട്. ആ കൂടി ഒരു വ്യത്യാസം നമ്മൾ ചെയ്തത് ഒരെണ്ണം ചൂടാക്കി ഒരെണ്ണം ചൂടാക്കിയില്ല അല്ലേ. ആ ചൂടാക്കിയത് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റിയാക്ഷൻ നടക്കും. കാരണം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടും. ഓക്കെ, കളർ ഓഫ് ദ പ്രസിപ്പിറ്റേറ്റ് ആണ് ചോദ്യം. വൈറ്റ് കളറാണ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തത്. കളർ ചേഞ്ച് ഈസ് ഡ്യൂ ടു ദ പ്രസിപ്പിറ്റേഷൻ ഓഫ് സൾഫർ ഇൻ ബോത്ത് ബോയിലിംഗ് ടെസ്റ്റ്. സീ ദ കെമിക്കൽ റിയാക്ഷൻ.
എന്താണ് സൾഫർ ഫോം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വൈറ്റ് കളർ ആ ഒരു പ്രസിപ്പിറ്റേറ്റ് പൊടി പോലെ കിട്ടണമെന്ന് പറയുന്നത്. സൾഫർ ആണത്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ എഴുതാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അതിൻ്റെ റിയാക്ഷൻ എഴുതാം. ഇതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. Na2S2O3 അതാണ് സോഡിയം തയോസൾഫേറ്റ് കേട്ടോ. സോഡിയം തയോസൾഫേറ്റിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാണ്? Na2S2O3. ഓക്കെ, Na2S2O3 പ്ലസ് HCl ഗ്യാസ് നമ്മൾ ഒഴിച്ചു. ഓക്കെ, gives NaCl sodium chloride plus H2O plus SO2 plus S. ഈ എസ് ആണ് ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കാരണം. എസ് എന്ന് പറഞ്ഞാൽ സൾഫർ ആണ്. ഈ സൾഫർ ആണ് അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ Na2S2O3 plus 2HCl gives 2NaCl plus H2O plus SO2 plus S. ഇതാണ് എൻ്റെ കെമിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻ. നിങ്ങളത് നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഏത് ഫാക്ടറാണ് ഇതിന് ഇൻക്രീസ് ചെയ്തത്? റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടിയത് എപ്പോഴാണ്? ടെമ്പറേച്ചർ കൂടിയപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടി അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോഴും റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടും. ഓക്കെ, സോഡിയം തയോസൾഫേറ്റിലേക്ക് നമ്മൾ HCl ഒഴിച്ചപ്പോൾ സോഡിയം ക്ലോറൈഡ് പ്ലസ് വാട്ടർ പ്ലസ് SO2 ഗ്യാസ് പ്ലസ് സൾഫർ കിട്ടി. ഈ സൾഫർ ആണ് നിങ്ങൾക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് സൾഫർ ഡയോക്സൈഡ്? ഓക്കെ, ഇനിയും ത്രെഷോൾഡ് എനർജിയാണ് ബോക്സ് തന്നിട്ടുണ്ട്. ടു ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ molecules should attain a certain minimum kinetic energy. This energy is called threshold energy. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ മോളിക്യൂൾസിനൊക്കെ ഒരു സാമാന്യ ഒരു മിനിമം ആയിട്ടുള്ളൊരു എനർജി വേണം. ഒരു കൈനറ്റിക് എനർജി, ചലിക്കാൻ ആവശ്യമായ ഒരു എനർജി വേണം. ഇതിനെയാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ഈ മോളിക്യൂൾസ് ചലിച്ചാൽ മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ അല്ലേ? മോളിക്യൂൾസ് നമ്മൾ ചലിച്ച് അവിടെ കൊളീഷൻ നടന്നാൽ മാത്രമേ ഇവിടെ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ ഈ മോളിക്യൂൾസിന് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അനങ്ങാൻ പറ്റില്ലല്ലോ. മോളിക്യൂൾസിന് കുറച്ച് എനർജി കിട്ടിയാൽ മാത്രമേ ഇത് അനങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ മോളിക്യൂൾസിനും ഒരു മിനിമം എനർജി ഉണ്ടാവും. ഇതിന് പരസ്പരം അനങ്ങാൻ വേണ്ടിയിട്ട് ഒരു മിനിമം എനർജി ഉണ്ട്. ഈ മിനിമം എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ടു ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ മോളിക്യൂൾസ് ഷുഡ് അറ്റൈൻ എ സർട്ടൻ മിനിമം കൈനറ്റിക് എനർജി. അനങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരു മിനിമം എനർജി അല്ലെങ്കിൽ മോളിക്യൂൾസിന് വേണം. മോളിക്യൂൾസ് അനങ്ങിയാൽ മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ. അതുകൊണ്ട് ആ എനർജിനെ പറയുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. Energy as well as speed of molecules increase when the reactants are heated. ഈ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മോളിക്യൂൾസിൻ്റെ എനർജി ഭയങ്കരമായിട്ട് കൂടും. നമ്മൾ പുറമേ നിന്നൊരു കൊടുക്കാണ് അല്ലേ? ഇപ്പോൾ ഹീറ്റ് ചെയ്തില്ലെങ്കിലും മോളിക്യൂൾസിന് ഒരു ത്രെഷോൾഡ് എനർജി ഉണ്ടാവും. പക്ഷേ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ എനർജി ഭയങ്കരമായിട്ട് കൂടും. അതേപോലെ തന്നെ സ്പീഡ്, മോളിക്യൂൾസിൻ്റെ സ്പീഡും കൂടും, എനർജിയും കൂടും. എനർജി കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും മോളിക്യൂൾസ് പെട്ടെന്ന് ചലിക്കാൻ തുടങ്ങും, ഒരു കൊളൈഡ് ചെയ്യാൻ തുടങ്ങും, പെട്ടെന്ന് റിയാക്ഷൻ നടക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്യൂൾസിൻ്റെ എനർജി കൂടും. പിന്നെ ഈ മോളിക്യൂൾസ് ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ പരസ്പരം തമ്മിൽ കൊളൈഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ റിയാക്ഷൻ നടക്കും. ദാറ്റ് ഈസ് as temperature increases, the number of molecules with threshold energy increases. As a result, number of effective collision increases and the rate of reaction also increases. അപ്പോൾ എങ്ങനെയാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ ടെമ്പറേച്ചറും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എന്താണ്? റേറ്റ് ഓഫ് റിയാക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുന്നു. Temperature is an important factor which influences the rate of reaction. As the temperature increases, the rate of reaction also increases. Okay. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് കാറ്റലിസ്റ്റ്. നമ്മുടെ പാഠം കഴിഞ്ഞു, ഞാൻ പറയുന്നതോടെ തീർക്കാണ്. കാറ്റലിസ്റ്റ് ആൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ. കാറ്റലിസ്റ്റുകൾ, റിയാക്ഷൻ്റെ റേറ്റ്. അപ്പോൾ എന്താണ് കാറ്റലിസ്റ്റ് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് എ കോമ്പൗണ്ട് വിച്ച് അണ്ടർഗോസ് ഡീകമ്പോസിഷൻ. എന്താണ്? H2O2 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാം. Usually, its aqueous solution is used in the chemical reaction. See the chemical reaction equation of its decomposition. Decomposition ആണ് സ്പ്ലിറ്റ് ആയിപ്പോൾ. അപ്പോൾ എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 ആണ് അല്ലേ? H2O2 എങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്യുന്നത്? 2H2O2 2H2Oയും പ്ലസ് O2 ആയിട്ട് വാട്ടർ പ്ലസ് ഓക്സിജൻ ആയിട്ട് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് എന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ആവും. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡ് വാട്ടറും ഓക്സിജനായിട്ട് സ്പ്ലിറ്റ് ആയി. ഡീകമ്പോസ് ചെയ്യുന്ന പറഞ്ഞാൽ സ്പ്ലിറ്റ് ആയി. അതിൻ്റെ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. ടേക്ക് സം ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഷോ എ ഗ്ലോയിങ് ഇൻസ്റ്റന്റ് സ്റ്റിക്ക് ഓൺ ടു ദ ടെസ്റ്റ് ട്യൂബ്. എന്താണ്? നിങ്ങൾ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക.
അതിൻ്റെ മീതിൽ കത്തിച്ചൊരു ചന്ദനത്തിരി നിങ്ങൾ അതിൻ്റെ മീത വെക്കാം. എന്ത് സംഭവിക്കാൻ നോക്കാം. വാട്ട് ഈസ് ദ ഒബ്സർവേഷൻ? ഈസ് ദർ എനി ഡിഫറൻസ് ഒക്കറിംഗ് ഇൻ ദ വേ ഇൻ വിച്ച് ഇൻസ്റ്റന്റ് സ്റ്റിക്ക് ബേൺസ്? എന്താണ് ഇൻസ്റ്റന്റ് സ്റ്റിക്ക് ആ ചന്ദനത്തിരി കത്തനയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമെന്നാണ് ചോദ്യം. ഓക്കെ, ഇൻസ്റ്റന്റ് സ്റ്റിക്ക് ഗ്ലോ എന്താണ്? ഇൻസ്റ്റന്റ് സ്റ്റിക്ക് ഒന്നുകൊണ്ട് എന്ത് ചെയ്യും? ഇൻസ്റ്റന്റ് സ്റ്റിക്ക് ഗ്ലോ ചെയ്യും അല്ലേ? അന്ന് കെട്ടുപോകുന്നില്ല, അത് നല്ലോണം തന്നെ അത് ഗ്ലോ ചെയ്യും. ഓക്കെ, അത് വലിയ മാറ്റമൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പം അത് ജസ്റ്റ് ഒന്ന് വെക്കുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാണ്? നമ്മൾ ആ സോഡിയം പെറോക്സൈഡ് സൊല്യൂഷനിലേക്ക് കുറച്ച് മാഗ്നീസ് ഡയോക്സൈഡ് ഉണ്ട്. ഓക്കെ, മാഗ്നീസ് ഡയോക്സൈഡ് കൂടി ഇട്ടു, MnO2 ഇട്ടു. ഓക്കെ, ഇപ്പോൾ ചന്ദനത്തിരി കത്തിച്ച് ചന്ദനത്തിരി ഇപ്പോൾ നമ്മൾ അതിൻ്റെ വീട് വെച്ചപ്പോൾ വലിയ വ്യത്യാസം നിങ്ങൾ കണ്ടില്ല. ഓക്കെ, അത് അങ്ങനെ തന്നെ കത്തുന്നുണ്ട്. ഇനി നിങ്ങൾ മാഗ്നീസ് ഡയോക്സൈഡ് MnO2. ഓക്കെ, മാഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ Mg ആണ്, Mn എന്ന് പറയുന്നത് മാഗ്നീസ് വായിക്കുമ്പോൾ അതുപോലെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. മാഗ്നീസ് ഡയോക്സൈഡ് ഇട്ടേക്കുന്നത് MnO2 ഇട്ടേക്കുന്നത് എന്ത് സംഭവിക്കുന്നു? തന്നെ MnO2 ഇട്ടിട്ട് തന്നെ നിങ്ങൾ ഈ ചന്ദനത്തിരിയുടെ മുകളിലേക്ക് വെക്കാം. എന്ത് കാണാൻ പറ്റും? പെട്ടെന്ന് തന്നെ ചന്ദനത്തിരി ആളി കത്തുന്നത് കാണാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ബ്രൈറ്റ് ആയിട്ട് പെട്ടെന്ന് പയ്യെ കത്തി ചന്ദനത്തിരി കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് കത്തും. കാരണം എന്താണ്? നമ്മളൊരു എക്സ്ട്രാ ഒരു എലമെന്റ് കൂടെ അതിലേക്ക് ആഡ് ചെയ്തു, മാഗ്നീസ് ഡയോക്സൈഡ് അല്ലേ? ഇപ്പോൾ മാഗ്നീസ് ഡയോക്സൈഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ കാറ്റലിസ്റ്റ്. ഒരു റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുന്നത് അതാണ് നമ്മളതിൻ്റെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ വിറക് സാധാരണ വെച്ച് കത്തിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ സാധാരണ വിറക് കത്തിച്ച് കഴിഞ്ഞാൽ വിറക് കത്താൻ ഭയങ്കര ഭാരമാണ്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കുറച്ച് മണ്ണെണ്ണ ഒഴിക്കും അല്ലേ? മണ്ണെണ്ണ വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കത്തി കൊടുക്കും. അപ്പോൾ അവിടെ എന്താ? മണ്ണെണ്ണ ഒരു കാറ്റലിസ്റ്റാണ്. ആ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഒരു സാധനം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റലിസ്റ്റ് അപ്പോൾ എപ്പോഴും റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ ഉപകരിക്കും. അപ്പോൾ മണ്ണെണ്ണ ഒരു കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യും നമ്മൾ വിറക് കത്തിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ സോഡിയം ഹൈഡ്രജൻ പെറോക്സൈഡിൽ നമ്മൾ MnO2 മാഗ്നീസ് ഡയോക്സൈഡ് ഇട്ടപ്പോൾ സംഭവിച്ചു. മാഗ്നീസ് ഡയോക്സൈഡ് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തു. ഈ ചന്ദനത്തിരി പെട്ടെന്ന് തന്നെ കത്താൻ തുടങ്ങി. കുറച്ചുകൂടി സ്പീഡ് നമ്മൾ മുകളിൽ കാണിച്ചപ്പോൾ അധികം ഇതിൽ കത്തിയില്ല, ബ്രൈറ്റ് ആയിട്ട് കത്തിയില്ല അല്ലേ? ഇപ്പം നല്ലോണം ആളി കത്താൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്താണ്? മാഗ്നീസ് ഡയോക്സൈഡ് ഈ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടി, അതുകൊണ്ടാണ് ആ ചന്ദനത്തിരി പെട്ടെന്ന് തന്നെ എന്താണ് ആളി കത്താനത് കാണാൻ പറ്റും. ഓക്കെ, filter the solution using a filter paper when the reaction is completed. The substance remaining in the filter paper is manganese dioxide itself. Okay, അപ്പോൾ ഇത് റിയാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ആ സൊല്യൂഷൻ ഒരു ഫിൽറ്റർ പേപ്പർ അരിച്ചെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാഗ്നീസ് ഡയോക്സൈഡ് ഇത് തിരിച്ചു കിട്ടുമെന്നാണ് പറയുന്നത്. ഫിൽറ്റർ പേപ്പറിൽ കിടക്കും. When examined carefully, it becomes clear that there is no change in its amount or property. എന്താണ്? നിങ്ങൾ ഫിൽറ്റർ പേപ്പറിൽ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ മാഗ്നീസ് ഡയോക്സൈഡ് നിങ്ങൾ ഇട്ട അളവിൽ തന്നെ നിങ്ങൾക്കത് തിരിച്ച് കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. ഓക്കെ, the presence of manganese dioxide has increased the rate of reaction. Manganese dioxide act as a catalyst in this reaction. അപ്പോൾ മാഗ്നീസ് ഡയോക്സൈഡിൻ്റെ ഡ്യൂട്ടി എന്തായിരുന്നു ഈ റിയാക്ഷൻ്റെ? ഈ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ്റെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ കാറ്റലിസ്റ്റ് എന്താണെന്നാണ് അടുത്തത് ഞാൻ പറഞ്ഞു. ഏതൊരു റിയാക്ഷൻ്റെയും സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിറക് കത്തിക്കാൻ മണ്ണെണ്ണ യൂസ് ചെയ്യണ മതി. ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എന്ത് സാധനം കത്തിക്കാൻ നമ്മൾ കുറച്ച് കരിയിലൊക്കെ കത്തിക്കാനായിട്ട് നമ്മൾ തീപ്പൊടി വെച്ച് അടിച്ച് കഴിഞ്ഞാൽ വേഗം കത്തില്ല. പക്ഷെ നമ്മൾ കുറച്ച് മണ്ണെണ്ണ വിതറിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആളി കത്തും. അപ്പോൾ അതൊക്കെ മണ്ണെണ്ണയാണ് അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടും. ഓക്കെ, അപ്പോൾ കാറ്റലിസ്റ്റ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ഓൾട്ടർ ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ without themselves undergoing any permanent chemical change. ഓക്കെ, മണ്ണെണ്ണയുടെ കാര്യമല്ല പറയുന്നത്, മണ്ണെണ്ണ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു കോണ്ടെസ്റ്റിൽ എന്താണ് പറഞ്ഞത്? മാഗ്നീസ് ഡയോക്സൈഡ് ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നവർ അവരൊരു കെമിക്കൽ റിയാക്ഷൻ്റെ ഏർപ്പെടില്ല. അവരുടെ പ്രസൻസ് ആ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുന്നല്ലാണ്ട് ഈ മാഗ്നീസ് ഡയോക്സൈഡ് അവിടെ സെപ്പറേറ്റ് വേറെ ഡ്യൂട്ടി ഒന്നും ചെയ്യുന്നില്ല. മാഗ്നീസ് ഡയോക്സൈഡ് നമ്മളിട്ട അളവിൽ തന്നെ അതിൻ്റെ സെയിം പ്രോപ്പർട്ടി തന്നെ നമുക്ക് ഫിൽറ്റർ പേപ്പർ വെച്ച് അരിച്ച് കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അവർ സ്വയമായിട്ട് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നില്ല. പക്ഷെ അവരുടെ പ്രസൻസ് എന്ത് ചെയ്യും? ഈ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിന് വ്യത്യാസം വരും. Catalysts are the substance which alter the rate of chemical reaction without themselves undergoing any permanent chemical change. ഇട്ട സാധനത്തിന് പെർമനൻ്റ് ആയിട്ട് ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, മാഗ്നീസ് ഡയോക്സൈഡ് നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞ് അരിച്ചെടുത്തപ്പോഴും നമുക്ക് ആ സെയിം എമൗണ്ട് സെയിം പ്രോപ്പർട്ടി തന്നെ കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ? അവർ സ്വയമായിട്ടൊരു കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടില്ല. പക്ഷെ അവരുടെ പ്രസൻസ് ഈ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. In this reaction, manganese dioxide acts as a catalyst by increasing the rate of reaction.
സച്ച് കാറ്റലിസ്റ്റ് ആർ കോൾഡ് പോസിറ്റീവ് കാറ്റലിസ്റ്റ് അല്ലേ. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂട്ടാണ് ചെയ്യുന്നത്. മാഗ്നീഷ്യസ് ഡയോക്സൈഡ് നമ്മൾ ഇട്ടിപ്പോൾ കെമിക്കൽ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടി. അപ്പോൾ നമ്മൾ എന്ത് കാറ്റലിസ്റ്റ് ആണെന്ന് പറഞ്ഞു? ഇതൊരു പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടാന്നുണ്ടെങ്കിൽ ഇത് പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണ്. നമുക്ക് വേറെ നോക്കാം. You have understood that hydrogen peroxide decomposes to form water and hydrogen. അല്ലേ, വാട്ടറും ഹൈഡ്രജനായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. Then isn't it is necessary to reduce the rate of decomposition of hydrogen peroxide using its storage? അല്ലേ, ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ എന്തായിട്ട് ചെയ്യണം? ഇതിൻ്റെ ഡീകമ്പോസിഷൻ റേറ്റ് കുറയ്ക്കണം. എന്നാലേ കുറേ കാലം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വെള്ളവും ഓക്സിജനായിട്ട് എന്തായിപ്പോൾ സ്പ്ലിറ്റ് ആയിപ്പോൾ. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡീകമ്പോസിഷൻ്റെ റേറ്റ് കുറയ്ക്കണം അല്ലേ. കെമിക്കൽ റിയാക്ഷൻ്റെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിലുള്ള റിയാക്ഷൻ്റെ റേറ്റ് കുറയ്ക്കണം അല്ലേ. അപ്പോൾ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഫോർ ദിസ് പർപ്പസ് സം ഫോസ്ഫോറിക് ആസിഡ് H3PO4 ഫോസ്ഫോറിക് ആസിഡ് ഈസ് ആഡഡ് ടു ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ സൂക്ഷിക്കുന്ന കുറച്ച് ഫോസ്ഫോറിക് ആസിഡ് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കും. കാരണം എന്താ കഴിഞ്ഞാൽ ഫോസ്ഫോറിക് ആസിഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വെള്ളം ഓക്സിജനായിട്ട് ഡീകമ്പോസിഷൻ നടക്കില്ല. അപ്പോൾ എന്തോരം നാൾ വേണമെങ്കിൽ നമുക്കിത് ഹൈഡ്രജൻ പെറോക്സൈഡ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡീകമ്പോസിഷൻ പെട്ടെന്ന് നടക്കില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് റിയാക്ഷൻ്റെ റേറ്റ് കുറയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലേ. കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഫോസ്ഫോറിക് ആസിഡ് എന്ന കാറ്റലിസ്റ്റിനെ ആഡ് ചെയ്യും. അപ്പം അങ്ങനെ റേറ്റ് കുറയ്ക്കാനാണ് നമ്മൾ അതിനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഫോസ്ഫോറിക് ആസിഡ് എന്താണ്? ഇവിടെ നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണ്. കാരണം എന്താ? ഇത് ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ്റെ റേറ്റ് കുറയ്ക്കുന്നു അല്ലേ. ഇവിടെ മറ്റേ മാഗ്നീഷ്യസ് ഡയോക്സൈഡ് എന്ത് ചെയ്തത്? റേറ്റ് കൂട്ടി. അപ്പോൾ അത് പോസിറ്റീവ് കാറ്റലിസ്റ്റായി മാറി. ഇവിടെ ഫോസ്ഫോറിക് ആസിഡ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ H3PO4 നമ്മൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീകമ്പോസിഷൻ്റെ റേറ്റ് കുറയുന്നു. അതുകൊണ്ട് അതൊരു നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണെന്ന് പറയും. ഓക്കെ. The manufacture of sulfuric acid, vanadium pentoxide, and in the manufacture of ammonium, iron, എന്തൊക്കെയാണ്? ഓക്കെ, മാനുഫാക്ചർ ഓഫ് അമോണിയം, അയൺ ആർ യൂസ് എസ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. റേറ്റ് കൂടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അമോണിയ ആണ്. എന്തിൻ്റെയൊക്കെ? സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന, വനേഡിയം പെൻറ്റോക്സൈഡ് ഒക്കെ ഉണ്ടാക്കുന്ന എന്താണ്? ആൻഡ് ഇതിൻ്റെ മാനുഫാക്ചർ ഓഫ് അമോണിയം ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അയൺ ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അയൺ ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണ്. പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂട്ടാൻ ഉപകരിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കെമിക്കൽ റിയാക്ഷനും പിന്നെ സ്വാധീനിക്കുന്ന എന്താണ് ഘടകങ്ങളും കണ്ടു. നേച്ചർ ഓഫ് റിയാക്റ്റൻറ്റ് കണ്ടു. നേച്ചർ ഓഫ് റിയാക്റ്റൻസ് മാറിക്കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ്റെ ഇത് മാറും. കോൺസെൻട്രേഷൻ മാറിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ചേഞ്ച് ചെയ്യും. പിന്നെ സർഫസ് ഏരിയ മാറിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ മാറ്റം വരും. പിന്നെ ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ റേറ്റിന് മാറ്റം വരും. പിന്നെ കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റിന് മാറ്റം വരും. കൂട്ടാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആഡ് ചെയ്യും. റിയാക്ഷൻ കുറയ്ക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആഡ് ചെയ്യും. അതൊക്കെ ഓർക്കുക. അപ്പോൾ കാണാൻ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ആഴ്ച മാത്സിൻ്റെ ടെസ്റ്റ് പേപ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.